ഒരു നഗ്നമായിട്ടുള്ളൊരു സത്യം ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും അറിഞ്ഞു കഴിഞ്ഞു, ഇനിയും ചില ആളുകളൊക്കെ അറിയാനുണ്ട്. ഒന്നുമല്ല, ദ ഹാർഡ് ട്രൂത്ത് ഈസ് ദാറ്റ് മെനി ഓഫ് യു ആർ സ്റ്റഡിയിങ് ഫോർ ജോബ്സ് ദാറ്റ് വോണ്ട് എക്സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. നാളെ ഇല്ലാതായേക്കാവുന്ന ജോബുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിൽ പല ആളുകളും അല്ലെങ്കിൽ നിങ്ങളിൽ പല ആളുകളും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം. AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു വാക്ക് ഇന്ന് ഓൾറെഡി ലോകം മുഴുവൻ ഒരു ബസ് വേർഡാണ്. വി ആർ ഓൾറെഡി ഇൻ എൻ ഏജ് ഓഫ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ജോബുകൾ ദാറ്റ് ഇസ് അണ്ടർ ത്രെറ്റ് റൈറ്റ് നൗ. മാസ് ലേ ഓഫുകൾ, കൂട്ട പിരിച്ചുവിടലുകളാണ് ലോകം മുഴുവൻ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു പക്ഷേ വീണ്ടും ഒരു റിസഷൻ, ഒരു സാമ്പത്തിക മാന്ദ്യം വന്നേക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ ഒരു കോണ്ടസ്റ്റിൽ എനിക്ക് ഓർമ്മ വരുന്നത് ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഓൾറെഡി ദി ഫിറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവല്യൂഷനിൽ അല്ലെങ്കിൽ അവരാണ് സർവൈവ് ചെയ്തു വന്നെന്നുള്ളത്. ലേറ്റർ ഓൺ നമ്മളൊക്കെ അതിനെക്കുറിച്ച് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് എന്നൊക്കെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നത്. അതായത് ഫിറ്റ് ആയാൽ മാത്രം പോരാ, ഫാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് കുറച്ചുകൂടി സർവൈവബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇന്ന് അതിലേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. നോട്ട് ഓൺലി ദി ഫിറ്റസ്റ്റ്, നോട്ട് ഓൺലി ദി ഫാസ്റ്റസ്റ്റ്, യു ഹാവ് ടു ബി ഫ്യൂച്ചറിസ്റ്റിക് ഓൾസോ, അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ഫ്യൂച്ചറിസ്റ്റിക്. ഓൺലി ഇഫ് യു ആർ തിങ്കിങ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ആക്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇനി സർവൈവൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പറയാം. ഇത് പണ്ട് മസിൽസ് ആയിരുന്നു നമ്മളെ സർവൈവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് ശരിക്കും വേണ്ടത്. യു ഹാവ് ടു ബി ഫിറ്റസ്റ്റ്, യു ഹാവ് ടു ബി ഫാസ്റ്റസ്റ്റ്, ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ടു ബി ഫ്യൂച്ചറിസ്റ്റിക് ഓൾസോ. വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങളൊക്കെ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക.